വണക്കം വന്ദനം നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. വെൽക്കം ടു ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. ഐ ആം യുവർ ഗുരുജി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഗുരുജിയാണ്. ട്രേഡർ ഓപ്ഷൻ ട്രേഡറിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്ന് 15/3/2024. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം 7:56 AM ആണ് രാവിലെ. ഇന്ന് ലോജിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറാണ്, ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്, 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് 47,000 എന്ന് പറഞ്ഞൊരു ലോജിക്കൽ ലെവലിൽ അവിടെയാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഓപ്പൺ ആകുന്നു എന്നുണ്ടെങ്കിൽ ഒരു 100 പോയിൻ്റ് മുകളിലും 100 പോയിൻ്റ് താഴെയും. സോ 46,900, 47,100 ഇതിനകത്ത് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയാൽ, ഫ്യൂച്ചർ ഓപ്പൺ ആയാൽ ഒരു സൈഡ് വേ മൊമെൻറ്റം ആയിരിക്കും, ബാലൻസ് മോഡായിരിക്കും. ഇന്ന് ഇനിഷ്യൽ ബാലൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓഡ്സ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ചാൻസസ് എന്നാണ്. നമ്മൾ ടെലഗ്രാം ചാനലിൽ ഓഡ്സ് ആർ ദെയർ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇന്ന് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നില്ല, അവോയ്ഡ് ചെയ്യുകയാണ്. കാര്യത്തിൽ വളരെ ചെറിയ റേഞ്ചാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് നമുക്ക് തന്നേക്കുന്ന ഇൻഫർമേഷൻ. അതുകൊണ്ട് തന്നെ ഈ 200 പോയിൻറ്റിനകത്താണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ആവും. അതായത് 47,000 മുകളിലോട്ട് 100, താഴോട്ട് 100. സോ 47,100-നും 46,900-നും ഇടയ്ക്ക് ട്രേഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ. അതുപോലെ IB അതായത് ഇനിഷ്യൽ ബാലൻസ് ആദ്യത്തെ 1 മണിക്കൂറിൻ്റെ റേഞ്ച് 9:15 മുതൽ 10:15 വരെ നമുക്കൊരു 200 കൂടുതൽ മാക്സിമം പോയാൽ ഒരു 300 പോയിൻറ്റിനകത്ത് നിൽക്കാനാണ് സാധ്യതകൾ കൂടുതൽ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ 4 ദിവസമായിട്ട് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ഈ 4 ദിവസം കൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി ഒരു 1,200 പോയിൻറ്റിൻ്റെ മൂവ് കഴിഞ്ഞു. 1,200 പോയിൻറ്റിൻ്റെ മൂവ് റീച്ചായി. അത് ഒരാഴ്ചത്തെ എന്താ പറയുക റേഞ്ചിനേക്കാൾ കൂടുതൽ മൂവ് തന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ. അതുകൊണ്ട് തന്നെ ഇന്ന് വെള്ളിയാഴ്ച ഈ ഒരു ചെറിയ റേഞ്ചിൽ കഴിഞ്ഞുകൂടും. അപ്പോൾ റേഞ്ച് എക്സ്റ്റൻഷൻ വേണമെന്നുണ്ടെങ്കിൽ 46,750 എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ലെവൽ ടു വാച്ച് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. റേഞ്ച് എക്സ്റ്റൻഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഓപ്പൺ ആവുകയും ഓപ്പൺ ഹോൾഡ് ചെയ്യുകയും ചെയ്താൽ ഒരു 300 പോയിൻറ്റിൻ്റെ നമുക്കൊരു താഴോട്ടുള്ള ഒരു മൂവ് 250-300 പോയിൻറ്റിൻ്റെ താഴോട്ടുള്ള മൂവ് നമുക്ക് കാണാൻ പറ്റും. സോ നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് ഇതേപോലെ അനലൈസ് ചെയ്ത് നമുക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടെലഗ്രാം ചാനലിൽ ഇല്ലാത്തവർ ജോയിൻ ചെയ്യുക, അവിടെ ലൈവ് ഒബ്സർവേഷൻ കൊടുക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.